20 രൂപയ്ക്ക് വയറു നിറയെ ഊണ് നൽകി ജനശ്രദ്ധ നേടിയ കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾ പൂട്ടുവീഴുന്ന അവസ്ഥയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ 58 ഹോട്ടലുകളിൽ 38 എണ്ണവും ഇതിനോടകം അടച്ചുപൂട്ടിക്കഴിഞ്ഞു. സാധനങ്ങളുടെ വിലക്കയറ്റവും സർക്കാർ സബ്സിഡി നിർത്തിയതുമാണ് പദ്ധതിയെ തകർച്ചയിലാക്കിയത്. വനിതകളുടെ ജീവിതമാർഗം കൂടിയായ ഈ സംരംഭങ്ങളുടെ നിലവിലെ അവസ്ഥ ഒന്ന് കണ്ടുവരാം. വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് 2019 കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ജനകീയ ഹോട്ടലുകൾക്ക് തുടക്കമിടുന്നത്. കോവിഡ് മഹാമാരിയുടെ കറുത്ത നാളുകളിൽ വിശപ്പ് കറ്റാൻ ആയിരങ്ങൾക്ക് തണലായത് ഈ ഹോട്ടലുകളായിരുന്നു. ആരംഭകാലത്ത് ഒരു ഊണിന് 10 രൂപ നിരക്കിൽ സർക്കാർ സബ്സിഡി നൽകിയിരുന്നു. കൂടാതെ പ്രാരംഭ ചെലവുകൾക്കായി 50,000 രൂപയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കി. എന്നാൽ ഇടക്കാലത്ത് സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കിയതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. 50 രൂപയ്ക്കാണ് നമ്മൾ ഊണ് കൊടുത്തോണ്ടിരിക്കുന്നത്. സാമ്പാർ, തോരന്, അങ്ങനെ മറ്റുള്ള അച്ചാറ്, ഒരു തൊടുകറി എന്തെങ്കിലും വെച്ച് ചോറ് കൊടുക്കുന്നത് 50 രൂപ മേടിക്കും. മീനുണ്ടെങ്കിൽ 70 രൂപ, അതിൽ കൂടുതൽ മേടിച്ചിട്ട് ചായ കൊടുക്കുന്നതിന്റെ അല്ലാതെ നമുക്ക് ഫണ്ടുകളൊന്നും അങ്ങനെ തരുന്നില്ല. കുടുംബശ്രീയുടെ സഹായം തുടക്കത്തിലുണ്ടായിരുന്നു. ഊണ് അങ്ങനെ കൂടുതൽ പോകുന്നില്ല. എല്ലാരും ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുന്ന ഉദ്യോഗസ്ഥർ. ഊണിന്റെ വില 20-ൽ നിന്ന് 30-ലേക്കും 50-ലേക്കും ഉയർത്തിയെങ്കിലും പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം താങ്ങാൻ കഴിയുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കേണ്ട കെട്ടിട വാടക, വെള്ളം, വൈദ്യുതി ചാർജ് എന്നിവ പലയിടത്തും കൃത്യമായി ലഭിക്കാതായതും തിരിച്ചടിയായി. പഞ്ചായത്ത് വാടക കൊടുക്കുന്ന ഇപ്പോൾ 1 വർഷക്കാലം കൊണ്ട് ആരും വാടക കൊടുക്കുന്നില്ല. നമ്മൾ ഓർഡറൊക്കെ പിടിച്ചിങ്ങനെ നിന്ന് പോവാൻ പറ്റത്തില്ല. നമ്മൾ കല്യാണസ്ഥിതിയൊക്കെ ചെയ്യുന്നുണ്ട്. ഓർഡർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതായി പോകുന്നേ, അല്ലെങ്കിൽ പ്രയോജനമില്ലതുകൊണ്ട്. കുടുംബശ്രീ പ്രവർത്തകർക്ക് മെച്ചപ്പെട്ട ജീവിതമാർഗമാകേണ്ടിയിരുന്ന പ്രസ്ഥാനം കടക്കിണിയിലായതോടെ മറ്റു പണികൾ തേടിപ്പോകേണ്ട ഗതികേടിലാണ് ഇന്ന് ഈ വനിതകൾ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് നല്ല ഭക്ഷണം നൽകാൻ ജനകീയ ഹോട്ടലുകൾ നടത്തുന്ന വീട്ടമ്മമാർ ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. 20 രൂപയൊക്കെ മാറി. 20 രൂപയ്ക്കൊന്നും ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ. കുഴപ്പമില്ല, ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നല്ല ഭക്ഷണം സാധാരണപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിന് സർക്കാരിൽ നിന്ന് വേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് തന്നെയാണ്. എല്ലാവിധ സപ്പോർട്ടുകളും ഇതുപോലുള്ള ജനകീയ ഹോട്ടലുകൾക്ക് വളരെ അത്യാവശ്യമായി കൊടുക്കേണ്ടതാണ്. എൻ്റെ പേര് സന്തോഷ്. ഞാൻ ഇവിടെ വടക്കെടുത്തുകാവിൽ അക്ഷയ കേന്ദ്രം നടത്തുന്നു. കോവിഡ് കാലത്ത് നാടിന് താങ്ങും തണലുമായ സാധാരണക്കാരന്റെ വിശപ്പടക്കിയ ജനകീയ ഹോട്ടലുകൾ ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കുകളിലാണ്. കൃത്യമായ സബ്സിഡി പുനഃസ്ഥാപിക്കുകയും തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ അവശേഷിക്കുന്നവ കൂടി നാമാവശേഷമാകും. ക്യാമറമാൻ രതീഷ് മണബിശ്വരനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.